back to my channel Simply Me with Simi Mithan. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മെയിൻ പ്രശ്നമാണ് നിങ്ങളുടെ തൊലി അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ കയ്യിലും കാലിലൊക്കെ മുളി പിടിച്ച പോലെ അല്ലെങ്കിൽ ഇങ്ങനെ പൊടികൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് പോലെ. അപ്പം അവർക്ക് വേണ്ട ഒരു നാച്ചുറൽ ബോഡി സ്ക്രബാണെന്ന് ഞാൻ പറയാൻ വേണ്ടി പോണത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എഴുതിയത് കാണാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനും മിസ് ചെയ്യാണ്ട് കാണാനും പറ്റുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് സ്ക്രീനിൽ കാണാം. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഒരു റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞത്തിന് അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടിയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ആവും. ഇനി നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓൾ ഒക്കേഷണൽ നൺ കാണാം. അതിൽ ഓൾ എടുക്കുക, ഒക്കേഷണൽ എടുക്കരുത്. ഓൾ എടുത്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് ഇടുന്നപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനും മിസ് ചെയ്യാണ്ട് വീഡിയോസ് കാണാനും പറ്റും. ബോഡി സ്ക്രബ്സ് ഒരുപാട് മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആണ് ഫോർ ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ ഇടുന്നുണ്ട്, ഏതൊക്കെയാണ് ഓരോരോ സ്കിൻ ടൈപ്പിനും പറ്റുന്നതെന്നുള്ളത്. അത് കുറച്ച് മടിച്ചുകൾക്കാണ് പറ്റുന്നത്, എന്നെ പോലുള്ളവർക്ക് കേട്ടോ. എനിക്കും നാച്ചുറൽ ആയിട്ടുള്ളത് എപ്പോഴും ദിവസേന ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളുമാണ് ഇന്ന് പറയാൻ വേണ്ടി പോണത്. ഇത് നിങ്ങളുടെ ഡ്രൈനെസ് പോക്കാൻ മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ മുട്ട്, കാൽമുട്ട്, കൈമുട്ടിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ബ്ലാക്ക് കളർ പോക്കാനും സഹായിക്കും. ഇത് വീക്കിലി നിങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും ഇത് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് ഈ ഒരു ഡ്രൈനെസ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടാനും സഹായിക്കും. അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന ഒരു ഹാഫ് ലെമൺ ആണ്, അതായത് ഒരു ഹാഫ് പൂനാരങ്ങ മതി, ചെറുനാരങ്ങ. അപ്പം അതിൻ്റെ ജ്യൂസ് ഞാൻ എടുക്കുകയാണ്. പകുതിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു തൊലി ഭാഗം ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് ഇതും വേണമെങ്കിൽ മുട്ടിലൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അത് വേണമെങ്കിൽ മാറ്റി വെക്കാനും പറ്റും. അപ്പം ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഞാനത് ഫുൾ ബോഡിയിൽ ചെയ്യുന്നതിനെ കൊണ്ട് ഇത്രയും എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണും കൂടി എടുക്കുന്നുണ്ട്. ഞാൻ ഫുൾ ബോഡിയാണ് സ്ക്രബ് ചെയ്യുന്നത്, അതിനെ കൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഞാൻ കോഫി പൗഡർ ആണ്. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ മേല് തേക്കുന്ന എണ്ണ അത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഞാൻ ഇതാണ് കേട്ടോ, ഇത് ഇങ്ങനെയുള്ളത്. ഇത് ഇവിടുത്തെ എണ്ണ അതിനെ കൊണ്ടാണ്. നാട്ടിലത്തെ ആണെങ്കിൽ സാധാ ലിക്വിഡ് ഫോമിലാണ് ഉണ്ടാവുക, ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പം ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആവും. അവിടെ നാട്ടിലാണ് കുറച്ച് ലൂസ് പോലേക്ക്, ഇത് കുറച്ച് തിക്കായിട്ടുള്ള കോക്കനട്ട് ഓയിൽ അതിനെ കൊണ്ടാണ്. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, കുറച്ച് പാലോ അല്ലെങ്കിൽ കേർഡൊക്കെ ആഡ് ചെയ്യുക. അപ്പം കുറച്ചും കൂടി നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാൻ എനിക്ക് ആരും ഷൂട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എങ്ങനെയൊക്കെയോ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് ഫസ്റ്റ് കാണിക്കുന്നത്. കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ കാണുന്നതിനെക്കാട്ടും നല്ലത് അതായിരിക്കും. കാരണം ഞാൻ വാഷ്റൂമിൽ നിന്ന് ഞാൻ തന്നെ എങ്ങനെയൊക്കെയോ ഫോൺ വെച്ചിട്ട് എടുത്തതാണ്. അപ്പം വലിയ ക്ലാരിറ്റിയും ക്ലിയർ ഒന്നും ഇല്ല കേട്ടോ. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ ഞാൻ എണ്ണ കുറച്ച് കൂടുതൽ ഇട്ടതിനെ കൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രമാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക സ്ക്രബ് ചെയ്ത് വെള്ളം പോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കോഫി എന്ന് പറയുന്നത് നിങ്ങളെ സൺ ടാൻ അല്ലെങ്കിൽ ഡിസ്കളറേഷൻ ഒക്കെ മാറ്റാനും കൂടാണ്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ചെറുനാരങ്ങൻ്റെ നീരാണ്. ഇതും ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് ആണ്. കൂടാണ്ട് ഈ ഡിസ്കളറേഷൻ പോക്കാനും മുട്ടിൻ്റെ അവിടെയുള്ള കളർ ചേഞ്ചസ് ഒക്കെ പോക്കാനും ഇത് സഹായിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചെറുനാരങ്ങൻ്റെ തൊലി ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം അത് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക. എസ്പെഷ്യലി മുട്ടിൻ്റെ ഏരിയകൾ മാത്രം, ഈ കാൽമുട്ട് കൈമുട്ടിലൊക്കെ മാത്രം അവിടെയും അപ്ലൈ ചെയ്യുക. ഞാൻ യൂഷ്വലി ചെയ്യാറ് ദേഹത്തെ വെള്ളം പറഞ്ഞതിന് ശേഷം ഞാൻ ദേഹത്ത് പിന്നെ എണ്ണയൊന്നും തേക്കാറില്ല. കാരണം ഇതിൽ ഓൾറെഡി നമ്മൾ ഓയിൽ അല്ലെങ്കിൽ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യും. നിങ്ങൾ എന്താണ് ശരീരത്തിൽ യൂഷ്വലി ഉപയോഗിക്കുന്ന എണ്ണ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ വെള്ളം പറഞ്ഞതിന് ശേഷം ഇതിട്ടിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഇതിൽ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഇട്ടിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഞാൻ ഒരു ബോഡി ലോഷൻ, ബോഡി വാഷ് വെച്ചിട്ട് ഞാൻ പോക്കുന്നുണ്ട്. ഇനി ഇല്ല കുറച്ച് മാത്രമാണെങ്കിൽ, കുറച്ച് എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നല്ലൊരു എന്താ പറയുക
ഇങ്ങനെ ഒരു വെള്ളം പോലെ ഉണ്ടാവില്ല, കുറച്ച് കട്ടിയിലുണ്ടാകും. അതാണെങ്കിൽ പിന്നെ ഞാൻ സോപ്പോ അല്ലെങ്കിൽ ബോഡി ബാത്തോ യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അത് വൺസ് ഇൻ എ മന്ത് അല്ലെ വൺസ് ഇൻ എ വീക്ക് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ. അപ്പോൾ എണ്ണ തേക്കാണ്ട് തന്നെ കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് അത് കുറച്ച് ദിവസത്തേക്ക് തന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്തിട്ട് കിട്ടും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നല്ല എണ്ണ ഉണ്ടെങ്കിൽ ആ എണ്ണമയം ഒന്ന് പോക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് സോപ്പോ അല്ലെങ്കിൽ ഈ വാഷോ യൂസ് ചെയ്തിട്ട് കഴുകി കളയാനും പറ്റും. നമ്മുടെ നാച്ചുറൽ സ്ക്രബായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഷുഗറാണ്. ഷുഗർ ആണെങ്കിലും നിങ്ങളുടെ സ്കിന്നിൽ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പാച്ചസും അല്ലെങ്കിൽ എന്താ പറയുക സ്കിന്നിങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ പോക്കാനും സഹായിക്കും. പിന്നെയുള്ളത് നമ്മൾ ഓയിലാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇത് നിങ്ങളുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. നിങ്ങൾക്ക് ഏത് എണ്ണ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഇൻ Instagram also. As always, love you all.